ഹായ് ഫ്രണ്ട്സ്, ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ജനാധിപത്യ ഇന്ത്യയെ പിടിച്ചുലച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണെങ്കിൽ പോലും ആത്യന്തികമായി ഇത് വിരൽ ചൂണ്ടപ്പെടുന്നത് BJP നേതൃത്വത്തിലേക്കും തദ്വാര ഇന്ത്യൻ പ്രധാനമന്ത്രിയിലേക്കുമാണ്. നമുക്കറിയാം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റാണ് ഭരിക്കുന്നത്. നേരിയ ഭൂരിപക്ഷമൊക്കെ ഉള്ളൂ. ഒരുപക്ഷേ ചന്ദ്രബാബു നായിഡു TDP കളം മാറി ചവിട്ടിയാൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും BJP. അങ്ങനെയുള്ള ഗവൺമെന്റിനെതിരെയാണ് ഇത്രയും ശക്തമായ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. ഇന്നത്തെ ഭരണപക്ഷമാണ് നാളത്തെ പ്രതിപക്ഷം. അങ്ങനെ ആവേണ്ടതാണ്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആരോപണങ്ങളെയൊന്നും വെറുതെ അങ്ങ് തള്ളിക്കളയാനാവുകയില്ല. കർണാടകയിലെ മഹാദേവപുര എന്ന സ്ഥലത്ത് 1 ലക്ഷം കള്ളവോട്ടുകളാണ് ചേർക്കപ്പെട്ടത്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 32,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പോ ആ ഇലക്ഷൻ നീതിയുക്തമാണോ? ആലോചിക്കേണ്ടതാണ്. പേര് 0, അച്ഛന്റെ പേര് XYZ. അങ്ങനെയുള്ളവർക്ക് വരെ കർണാടകത്തിലെ മഹാദേവപുരയില് വോട്ടുണ്ട്. ഒരാൾക്ക് 4ഉം 5ഉം നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്. അങ്ങനെ എല്ലാം വരുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ലോക്സഭാ ഇലക്ഷൻ നീതിയുക്തമായിരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ ഇതുപോലെ തന്നെയാ സംഭവം. ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 5 മണിക്ക് ശേഷം 70 ലക്ഷത്തിലേറെ ആളുകൾ വോട്ട് ചെയ്തു. മഹാരാഷ്ട്രക്കാരെല്ലാം 5 മണിയാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. അതുമല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ 5 വർഷത്തിനിടയിൽ വോട്ടേഴ്സിന് ഉണ്ടായ വർധനമെന്ന് പറയുന്നത് 30 ലക്ഷം. ഇലക്ഷന് മുമ്പുള്ള 5 മാസം കണ്ട് അതേ ലിസ്റ്റിൽ ഉണ്ടായ വർധനമെന്ന് പറയുന്നത് 40 ലക്ഷം. 5 വർഷം കൊണ്ട് വർദ്ധിച്ച് 30 ലക്ഷം. 5 മാസം കൊണ്ട് ഉണ്ടായ വർധനമെന്ന് പറയുന്നത് 40 ലക്ഷം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുഴപ്പമില്ലെന്ന് സംശയിച്ചു പോവാം. സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക്. ഷേക്സ്പിയർ പറയുന്നു, എവിടെയോ എന്തോ ചെയ്യുന്നതായിരുന്നു. ഇതെല്ലാം ജനാധിപത്യപരമായി ട്രാൻസ്പെറന്റായി നടത്തപ്പെട്ട ഇലക്ഷൻ ആണോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. ഏതെങ്കിലും BJP ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം. അത് തന്നെയാണ് ഏവരെയും സംശയിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമല്ല. ആയിരുന്ന കാലം ഉണ്ടായിരുന്നു. TN ശേഷൻ അദ്ദേഹത്തിന്റെ ആഗമനത്തോടു കൂടിയാണ് ഈ സംവിധാനത്തിന് ഇത്രയും അധികാരങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാവുന്നത് തന്നെ. അതിന് മുമ്പും പിൻപും ഈ കമ്മീഷൻ വലിയ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. അതിന് വ്യക്തമായ തെളിവാണ് ആ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങളൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാനാവുകയില്ല എന്ന് ഏവർക്കും സുവ്യക്തമാണ്. ഏതാണെങ്കിലും ഇതൊക്കെ എവിടം വരെ ചെന്നെത്തുമെന്ന് കത്തിരുന്ന് കാണാം.